എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റോബ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോറി ഭ്രാന്തന്മാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ലോറികളും ബസ്സുകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ നമുക്കുണ്ട്. കാരണം ഞാൻ കാറുകളുടെ വീഡിയോ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ ബസ്സിൻ്റെ വീഡിയോകളും ലോറിയുടെ വീഡിയോകളൊക്കെയാണ് ഇഷ്ടമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് അശോക് ലൈലൻഡിൻ്റെ ഒരു അടിപൊളി ഒരു 16 വീല് നെടുങ്കൻ ഒരു ട്രക്കുമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ടിപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ടോട്ടലി കവർ ചെയ്യാൻ പോകുന്ന ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ അശോക് ലൈലൻഡ് എന്ന് പറയുന്നത് എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കരിയർ ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനൊരു നൈറ്റ് സർവീസ് ബസ്സുകളുള്ളൊരു കമ്പനിയിലായിരുന്നു. ഏകദേശം 170ഓളം ഫ്ലീറ്റുകളുള്ളൊരു കമ്പനിയായിരുന്നു. അപ്പോൾ അതിനകത്ത് മേജറായിട്ടുണ്ടായിരുന്ന നമ്മുടെ ഷാസികളെല്ലാം അശോക് ലൈലൻഡിൻ്റെ ഷാസികളായിരുന്നു. അപ്പം അതിൻ്റെ ബസ്സുകളാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഈ ഒരു ബ്രാൻഡിനോടുള്ള പ്രത്യേകമായിട്ടുള്ള ഇഷ്ടമുണ്ട്. കാരണം ഇത്തരം വർഷങ്ങൾ നമ്മൾ ഏകദേശം ഒരു 7-8 വർഷത്തോളം ഞാൻ നൈറ്റ് സർവീസിലായിരുന്നു. അപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്ത ഒരു ബ്രാൻഡാണ് അശോക് ലൈലൻഡ് എന്ന് പറയുന്നത്. അത്രയും റിലയബിൾ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. കാരണം നമ്മൾ ഈ നൈറ്റ് സർവീസ് ആയതുകൊണ്ട് രാത്രി ഒരുപാട് 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള യാത്രയിലും 2-3 സ്റ്റേറ്റുകൾ പോകുന്ന വാഹനങ്ങളായിരിക്കും. അപ്പോൾ ആ സമയത്ത് ബ്രേക്ക് ഡൗൺസിൻ്റെ സക്സസ് ഒക്കെ ഏറ്റവും കുറവുള്ളത് അശോക് ലൈലൻഡിനാണ്. കാരണം നമുക്ക് സമാധാനത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും അശോക് ലൈലൻഡ് എന്ന് പറഞ്ഞാൽ അന്ന് മുതലേ ജീവനായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പം അതുപോലെ തന്നെ ഈ വാഹനം ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഒരു എഞ്ചിൻ്റെ ഒരു ഗ്രണ്ടിങ് സൗണ്ട് ഭയങ്കര രസകരമാണ്. അപ്പം ഇത് പറയുമ്പോൾ തന്നെ എനിക്കൊരു രോമാഞ്ചമൊക്കെ വരുന്നുണ്ട്. കാരണം അത്രയും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ അവരുടെ ഏറ്റവും പുതിയ ഒരു സീരീസുള്ളൊരു വാഹനമാണ്. അവതാർ സീരീസിലാണ് വരുന്നത്. അവതാർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു മോഡുലർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് ഇതിൻ്റെ ഷാസി കോമൺലി അല്ലെങ്കിൽ കുറേ ഭാഗങ്ങൾ നമ്മൾ മോഡുലർ കിച്ചൺ എന്നൊക്കെ പറയുന്ന പോലെ കുറേ നമുക്ക് എടുത്തുകൊണ്ട് വെക്കാവുന്ന രീതിയിലുള്ള സാധനങ്ങളാണ്. അപ്പം പല വാഹനങ്ങളിനകത്ത് ഒരേ കമ്പോണൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവതാർ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ തന്നെ 4825 എന്ന് പറയുന്ന ഒരു വാഹനമാണ്. 4825 എന്ന് പറയുന്നത് 48 ഈ പറയുന്നത് 48 ടൺസാണ് ഈ വാഹനത്തിൻ്റെ ഒരു GVW ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ 250 ഹോഴ്സ് പവറാണ് വാഹനം. അതുകൊണ്ടാണ് 48 ടൺ എന്ന് പറയുന്നത്. അതുപോലെ TN എന്ന് പറയുന്ന ഒരു സീരീസും കൂടെ വരുന്നുണ്ട്. TN എന്ന് പറയുന്നത് ടിപ്പർ N സൈസ് N ക്യാബിനാണ് ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ എൻ്റെ പിന്നിൽ കിടക്കുന്നതാണ് അശോക് ലൈലൻഡിൻ്റെ ഏറ്റവും കിടിലനായിട്ടുള്ള 16 വീല് 6 സിലിണ്ടറായിട്ട് വരുന്ന വണ്ടിയാണ്. കാരണം ഇടയ്ക്ക് 4 സിലിണ്ടറിലേക്ക് ഒന്ന് കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഇപ്പോൾ 6 സിലിണ്ടറിലേക്ക് തന്നെ വാഹനം കൊണ്ടുവന്നിട്ടുണ്ട്. ആ വാഹനത്തിൻ്റെ വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം. നമ്മുടെ ഈ യൂട്യൂബ് പേജും ഈ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യണം. സോ എഗെയിൻ വെൽക്കം ടു റോബ് മൈ ഷോ. അശോക് ലൈലൻഡ് എന്ന ബ്രാൻഡിനെ കുറിച്ച് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. 1948 അശോക് മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്. ചെന്നൈ ആയിരുന്നു അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം 1955 വന്ന സമയത്ത് അത് ബ്രിട്ടീഷ് ലൈലൻഡ് എന്ന് പറയുന്ന കമ്പനിയായിട്ട് കൊളാബറേഷൻ എടുക്കുകയാണ് ചെയ്തത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അശോക് ലൈലൻഡിൻ്റെ ഒരു വേൾഡ് ഒരു പൊസിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ ബസ്സിൻ്റെ പ്രൊഡക്ഷനിൽ ഏറ്റവും 3rd ലാർജസ്റ്റ് ആയിട്ടും ലോറിയുടെ പ്രൊഡക്ഷനിൽ 10th ലാർജസ്റ്റ് ആയിട്ടും വന്നിരിക്കുന്ന ഒരു കമ്പനിയാണ് അശോക് ലൈലൻഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ബാല്യകാലങ്ങളിലൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട് പാണ്ടിലോറി കയറിയ തവള പോലെ എന്നുള്ള. പാണ്ടിലോറി എന്നൊക്കെ പറയുന്നത് മൊത്തം അശോക് ലൈലൻഡിൻ്റെ ലോറികളായിരുന്നു. ഇതൊക്കെയാണ് ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയുന്നത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള വാഹനങ്ങളിലൊന്നാണ് അശോക് ലൈലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ലോറിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു 48 ടണ്ണ്, അതുപോലെ തന്നെ 250 ഹോഴ്സ് പവർ, അതായത് 4825 TN വാഹനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടിപ്പറായിട്ട് വരുന്ന വാഹനമാണ്. 16 വീലാണ്, 6600 അതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ക്യാബിനെ കുറിച്ച് നമുക്ക് ഒന്ന് സംസാരിക്കാം. അശോക് ലൈലൻഡിൻ്റെ N ക്യാബിനാണ് വരുന്നത്. ക്യാപ്റ്റൻ ക്യാബിനായിട്ട് വരുന്ന AC ആയിട്ട് വരുന്ന ക്യാബിൻ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നോർമലി ഈ പറയുന്ന അശോക് ലൈലൻഡിൻ്റെ വേറെ ക്യാബിൻ സീരീസുകളുണ്ട്. MU എന്നൊക്കെ പറഞ്ഞ ക്യാബിൻ സീരീസുകളുണ്ട്. അതൊക്കെ നോൺ AC പോകുന്നത്. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്യാബിനാണ്. നമ്മൾ പെട്ടെന്നൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല സിനിമകളിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, പെട്ടെന്ന് ഈ വാഹനങ്ങൾ റോബോട്ടായിട്ട് മാറുന്ന മെഗാട്രോണൊക്കെ പോലെ. അപ്പോൾ അതുപോലെ ഒരു ലുക്കിലൊരു ഗാംഭീര്യമുള്ളൊരു വാഹനമാണ് കേട്ടോ. ഒരു രക്ഷയില്ലേ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആഢ്യത്വമാണ്. കാരണം ഇത് റോഡിലൊക്കെ നിറഞ്ഞു നിൽക്കും ഒരു വാഹനം. പ്രത്യേകിച്ച് ഇതിൻ്റെ യെല്ലോ കളറാണ് വന്നിരിക്കുന്നത്.
കാരണം നേരത്തെ ഇത് വൈറ്റ് കളറായിരുന്നു. അപ്പം ആ സമയത്ത് ഇത് 4 സിലിണ്ടർ ആയിരുന്നു. ഇപ്പോൾ ഇത് 6 സിലിണ്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ആ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ് യെല്ലോ കളർ ഈ വാഹനത്തിനകത്ത് പ്രധാനമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് വരികയാണെങ്കിൽ 2 സൈഡിൽ 2 റിഫ്ലക്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ നമുക്കിവിടെ ഒരു മിറർ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. മിറേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മിറർ എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് നേരെ താഴോട്ട് കാണത്തക്ക രീതിയിലുള്ള മിറർ എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? താഴെ കാണാനാണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നാൽ അതിൻ്റെ പർപ്പസ് മെയിൻലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രാഫിക്കിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ബൈക്കുകളൊക്കെ ലെഫ്റ്റ് സൈഡിലൂടെയൊക്കെ കയറി വന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ട് നിർത്തും. അപ്പോൾ ഇത്രയും പൊക്കത്തിൽ ക്യാബിനിലിരിക്കുന്ന ഡ്രൈവറിന് അത് കാണാൻ പറ്റത്തില്ല. അപ്പം ഡ്രൈവർ സിഗ്നൽ വീഴുന്ന സമയത്ത് കാല് കൊടുത്താൽ എന്ത് പറ്റും? ഈ നേരത്തെ പറഞ്ഞാൽ പാണ്ടിലോറി കയറിയ തവളയുടെ അവസ്ഥയാണ് ഫ്രണ്ടിലിരുന്ന ബൈക്കുകാരന്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു സേഫ്റ്റി മെഷർ എന്ന രീതിയിലാണ് അങ്ങനെ ഒരു ഗ്ലാസ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ വൈഡായിട്ടുള്ള ഒരു വിൻസ്ക്രീനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. വൈപ്പേഴ്സ് ഉണ്ട്. അശോക് ലൈലൻഡ് എന്നുള്ള ഒരു വലിയ റൈറ്റിംഗ് എംബോസ് ചെയ്ത് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ ലൈലൻഡിൻ്റെ ബാഡ്ജിങ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമ്മുടെ ഈ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് റേഡിയേറ്ററിൻ്റെ ഭാഗമാണ് അകത്ത് കാണുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു എയറിൻ്റെ ഇൻഫ്ലോയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള വെൻറ്റുകളും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. ഇത് അവതാർ സീരീസിനകത്ത് വരുന്ന മെയിനായിട്ടുള്ള കുറേ ഭാഗങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഷാസി തന്നെ അല്ലെങ്കിൽ ഈ ഒരു കുറേ പാട്ട് തന്നെ നമുക്ക് വേറെ വാഹനങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. വാഹനത്തിൻ്റെ ലൈറ്റ്സ് വരുന്നത് ദണ്ട് ഈ 2 വശത്തുമാണ്. 2 വലിയ ലൈറ്റ്സ് വാഹനത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഹാലജനാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ടേൺ ഇൻഡിക്കേറ്ററും ഇവിടെ റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ഒരു ക്യാബിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയിപ്പോൾ അകത്ത് കയറുമ്പോഴാണ് ഇതിനകത്തുള്ള കുറച്ചും കൂടെ സൗകര്യങ്ങൾ, ഒരു ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ലോറി വരേണ്ട എല്ലാ രീതിയിലുള്ള ഒരു ക്യാബിൻ ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിമിൽ നോക്കുമ്പോഴാണ് ഈ ഒരു വാഹനത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത്. എന്തുമാത്രം വലിയ വണ്ടിയാണെന്ന് നോക്കിയേ. മൊത്തം നമുക്ക് ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ 6600 മില്ലിമീറ്ററാണ് വീൽ ബേസ് എന്ന് പറയുന്നത്. 16 വീലുകളാണ്. 5 ആക്സിൽസ് ഉണ്ട്. 5 ആക്സിലിനകത്ത് ഒരു ലിഫ്റ്റ് ആക്സിലാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. എന്തൊരു ഭംഗിയാണല്ലേ, എന്തൊരു ആകാരമാണ് ഈ വണ്ടി ഒരു വാഹനം കാണുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഈ വാഹനത്തിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള കുറച്ച് പാരാമീറ്റേഴ്സും കാര്യങ്ങളും നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ ക്യാബിനിലേക്ക് വരുവാണ്. ക്യാബിനിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ കുറച്ച് മിറേഴ്സ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. മിറേഴ്സ് എന്ന് പറയുമ്പം ഇത്രയും വലിയ വാഹനം ആയതുകൊണ്ട് ഡ്രൈവറിൻ്റെ ഒരു വിസിബിലിറ്റി, എല്ലാ കോണിൽ നിന്നുള്ള ഡ്രൈവറിൻ്റെ ഒരു വിസിബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സിലുള്ള പല ഡയമെൻഷനുള്ള മിറേഴ്സാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് അവതാർ എന്ന് പറഞ്ഞൊരു റൈറ്റിംഗ് കാണാം. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അവതാർ സീരീസിൽ വരുന്ന ഒരു വാഹനമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല പൊക്കം ആണ് ഈ ഒരു സ്റ്റെപ്പുകൾക്ക്. നമുക്ക് കയറുമെന്ന് പറഞ്ഞത് ഇച്ചിരി ജീൻസൊക്കെ ഇട്ട് കയറുമെന്ന് പറഞ്ഞാൽ ഇച്ചിരി സമകാരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഡ്രൈവേഴ്സിനെ സംബന്ധിച്ചവരെന്ന് പറഞ്ഞാൽ അവർ കൂടുതലായിട്ട് അടിപൊളി ഒരു കൈലിയൊക്കെ കൊടുത്ത് നല്ല സെറ്റായിട്ടാണ് വാഹനത്തിലേക്ക് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു തടസ്സമില്ലാതെ നമുക്ക് കയറാനായിട്ട് നമുക്ക് സാധിക്കും. ടയേഴ്സിൻ്റെ സെറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ടയേഴ്സിലേക്ക് വരുന്ന സമയത്ത് 11-20 സീരീസ് വരുന്നത്. റേഡിയലാണ്, ട്യൂബുള്ള ടയറാണ് കേട്ടോ. ട്യൂബ്ലെസ് അല്ല, ട്യൂബുള്ള ടയേഴ്സാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. ഇതൊരു ക്യാബിൻ ഓൺ ചേസിസ് ആയിട്ട് വരുന്ന വാഹനമാണ്. അതായത് ഷാസിയുടെ മുകളിൽ ക്യാബിൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എഞ്ചിനൊക്കെ ഇതിനകത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ കരുത്തനായിട്ടുള്ള എഞ്ചിൻ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. ക്യാബിൻ നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. ഹൈഡ്രോലിക്കലി നമുക്ക് ഉയർത്താൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ട് പൂവെറുക്കുന്ന ലാഘവത്തോടെ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ലിവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിലി നമുക്ക് ഈ ഒരു ക്യാബിൻ നമുക്ക് ഉയർത്താനായിട്ട് നമുക്ക് പറ്റും. ഒരാൾക്ക് തന്നെ ഉയർത്താൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്യാബിൻ്റെ ഒരു ഹൈഡ്രോളിക്സ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എഞ്ചിന് ഈ ഒരു സംഭവമാണ്. ഇവിടെയാണ് എഞ്ചിൻ ഇരിക്കുന്നത്. എഞ്ചിൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം മാസീവായിട്ട് വരുന്നൊരു എഞ്ചിനാണ്. അപ്പോൾ എഞ്ചിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് എച്ച് സീരീസ് വരുന്ന എഞ്ചിനാണ്. ഹൈനോ സീരീസ്, നമ്മൾ ഈ ബസ്സുകളിലൊക്കെ കാണുന്ന അതേ സീരീസിൽ വരുന്ന എഞ്ചിൻ തന്നെയാണ്. കുറച്ച് ഇതിൻ്റെ ടോർക്ക് ഫിഗേഴ്സിൻ്റെ ഒക്കെ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ആ ഒരു എഞ്ചിൻ നമുക്കറിയാം ഈ ഒരു പ്ലേസിങ് കാരണം റെഡ് കളറിലൊക്കെ ഉള്ള ഒരു പെയിൻറ്റിങ്ങിലൊക്കെയാണ് ആ ഒരു ഇത് വെച്ചിരിക്കുന്നത്. അത് ഓരോ സ്റ്റാൻഡേർഡാണ്. ഇങ്ങനെ ഓരോ എഞ്ചിൻ്റെ ഒക്കെ സൈസ് അനുസരിച്ച്. ഇപ്പോൾ നമ്മൾ ഈ വോൾവോയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ പവറുള്ള എഞ്ചിനാണെങ്കിൽ പച്ച കളറിലൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് കോഡിങ്സ് ഒക്കെയാണ് നമുക്ക് പൊതുവായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ ഫിഗേഴ്സും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇത് ഞാൻ പറഞ്ഞ ഓൾറെഡി 6 സിലിണ്ടറാണ്. അതുപോലെ BS6 ആണ് വരുന്നത്. അതുപോലെ തന്നെ iGen 6 എന്ന് പറയുന്ന ടെക്നോളജിയാണ് വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു CC കണക്ക് പറയുകയാണെങ്കിൽ 5660 CC ആണ് വാഹനത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വാഹനം 250 HP ആണ്. നമുക്ക് 2200 RPM നമുക്ക് അത്രയും ഒരു പീക്ക് പവർ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ 900 Nm ടോർക്കാണ് നമുക്ക് കിട്ടുന്നത്. 1100 തൊട്ട് 1900 RPM നമുക്ക് ആ ഒരു ടോർക്ക് നമുക്ക് കിട്ടും. ഇത്രയും ലോഡ് എടുക്കുന്ന വണ്ടി ഇതൊക്കെ ഒരു സ്ലോ സ്പീഡായിട്ട് ടൈപ്പായിട്ട് വരുന്ന എൻജിൻസാണ്. അതായത് നമുക്ക് RPMൻ്റെ കുറഞ്ഞ RPMൽ കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യാൻ പാകത്തിലാണ് ട്രക്ക്, ട്രെയിലർ, ബസ്സുകളുടെയൊക്കെ എൻജിൻ ഡിസൈൻസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കാറുകളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി നമ്മുടെ കാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200 അല്ലെങ്കിൽ ഒരു 300 Nm വരെയൊക്കെ ആയിരിക്കും നോർമലി മിക്ക കാറുകളുടെയും ഒരു
ടോർക്ക് ഫിഗർ എന്ന് പറയുന്നത്. അത് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു 6000 RPM പോകണം. പക്ഷേ ലോറി എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ടിപ്പർ എന്നൊക്കെ പറയുമ്പോൾ 2000 RPM-നകത്ത് തന്നെ അതിൻ്റെ പീക്കായിട്ടുള്ള ടോക്സ് നമുക്ക് കിട്ടും. അതായത് ഈ വണ്ടി ടോട്ടലി എടുക്കുന്ന ഒരു വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47,500 കിലോ വരെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ലോഡ് എടുക്കുന്ന സമയത്തും ഇതിൻ്റെ എൻജിൻ വളരെ ഈസി ആയിട്ട് ഇത്രയും ലോഡുകളെ എടുത്തുകൊണ്ട് പോകണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള എൻജിൻസ് പൊതുവേ കൊടുക്കുന്നത്. അപ്പം അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ക്ലച്ചിനെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. ക്ലച്ച് എന്ന് പറയുന്നത് ഈ ലോഡ് എടുക്കുന്ന വണ്ടിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. കാരണം ഈ നമുക്കറിയാം ക്ലച്ചാണ് ഏറ്റവും കൂടുതൽ ലോഡ് എടുക്കുന്നത്. കാരണം എഞ്ചിൻ്റെ നമ്മൾ എഞ്ചിനിൽ നിന്ന് ടയറിലേക്ക് നമ്മൾ പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ക്ലച്ചിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ചെയ്യുന്നത്. മിക്കപ്പോഴും നമ്മളൊക്കെ സാധാരണ കാർ എടുക്കുന്ന സമയത്തും ക്ലച്ച് കത്തിച്ച് കളയാറുണ്ട്. അപ്പം ഇത്രയും ലോഡ് എടുക്കുന്ന വണ്ടിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ക്ലച്ച് ഏറ്റവും പെട്ടെന്ന് വിയർ ആയിട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അശോക് ലൈലൻഡ് ഉപയോഗിച്ചിരിക്കുന്ന 430 മില്ലിമീറ്റർ വരുന്ന ഡയമീറ്റർ വരുന്ന ക്ലച്ചാണ്. സിംഗിൾ ഡ്രൈ പ്ലേറ്റ് ക്ലച്ചാണ് വരുന്നത്, ഓർഗാനിക് ക്ലച്ചാണ്. അതുപോലെ തന്നെ ഹൈഡ്രോലിക്കലി അസിസ്റ്റഡ് ആയിട്ട് വരുന്ന ക്ലച്ച് ബൂസ്റ്റേഴ്സ് ഒക്കെയാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടയർലെസ് ആയിട്ട് നമുക്ക് ഈ ഒരു വാഹനം എത്ര ലോഡ് എടുത്താലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഏരിയയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി വാഹനത്തിൻ്റെ സസ്പെൻഷനാണ് മെയിനായിട്ടുള്ളത്. സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പരാബോളിക് ആയിട്ട് വന്നിരിക്കുന്ന സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. ലീഫാണ്, പരാബോളിക് ആയിട്ടുള്ള ലീഫുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് വരും. പല ലെവലിലായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ബാക്കിലേക്ക് വരുമ്പോൾ ബോഗി സസ്പെൻഷനാണ്. അത് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഞാനത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈഡ്രോലിക്സിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബക്കറ്റിൻ്റെ ഇതിലേക്ക് വരാം. 29 കുബിക് ഫീറ്റാണ് ഈ വാഹനത്തിനകത്തെ ലോഡിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് അത്യാവശ്യം വലിയൊരു ട്രേ ആണ് വരുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് ഏകദേശം 32 ടണ്ണാണ് ഇതിനകത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. പാറയാണെങ്കിലും മണലൊക്കെ ആണെങ്കിലും 32 ടണ്ണ് വെയിറ്റ് വരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഹൈവ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിൻ്റെ ഒരു ഹൈഡ്രോലിക്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിംഗിളായിട്ട് വരുന്ന പിസ്റ്റണാണ്. ഇത്രയും പവർഫുള്ളാണ്. ഈ 32 ടണ്ണ് ഉയർത്താൻ കഴിവുള്ള ഒരു പിസ്റ്റണാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 24 വോൾട്ട്സിൻ്റെ 2 സെറ്റ് ബാറ്ററീസാണ് വാഹനത്തിനകത്ത് വരുന്നത്. പിന്നെ എയറിൻ്റെ പല ടാങ്കുകൾ നമുക്ക് പലയിടത്തായിട്ട് കാണാം. 8 പ്രഷർ ബാർ ഒക്കെ ഉള്ളപ്പോഴാണ് വാഹനം നമുക്ക് ഓടിക്കാൻ പറ്റില്ല. അത്രയും പ്രഷർ ബാർ ലോഡ് ചെയ്താൽ മാത്രമേ വാഹനം നമുക്ക് റിലീസായി കിട്ടുള്ളൂ, വാഹനം നമുക്ക് ഓടിക്കാണ്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ രണ്ടാമത്തെ സെറ്റ് ആക്സിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഇത് വരുമ്പോൾ ഇതിൻ്റെ ഫ്യൂൽ ടാങ്കാണ്. ഫ്യൂൽ ടാങ്കിനെ കുറിച്ച് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ 300 ലിറ്ററാണ് വരുന്നത്. ക്രോസ് പോളിമർ ആയിട്ട് വരുന്ന ലിങ്ക്ഡ് ആയിട്ട് വരുന്ന ടാങ്കുകളാണ്. അതായത് കുറച്ചുകൂടെ ബലവത്തായിട്ടുള്ള ടാങ്കുകൾ, എന്നാൽ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ അതിനകത്ത് 300 ലിറ്റർ നമുക്ക് ഫ്യൂവൽ നമുക്ക് ഇതിനകത്ത് വാഹനത്തിനകത്ത് നമുക്ക് കൊള്ളിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ കൊമേഴ്ഷ്യൽ പർപ്പസിന് കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ മൈലേജ് ഒരു ഘടകമാണ്. അപ്പോൾ മൈലേജ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു 3 ഒക്കെ വരെയാണ് ഇതിൻ്റെ മൈലേജസ് കിട്ടും. നമ്മളത് ലോഡ് അനുസരിച്ചിട്ടാണ്. നമുക്ക് കൃത്യം ഇത്ര മൈലേജ് എന്ന് നമുക്ക് പറയാണ്ട് നമുക്ക് സാധിക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് 5 ടൺ വെയിറ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് തരുന്ന മൈലേജ് വേറെയാണ്. ഈ പറയുന്നതിലൊരു മൊത്തം ഈ വാഹനത്തിനകത്ത് 32 ടണ്ണ് ഉണ്ടെങ്കിൽ അത്രയും ലോഡ് കയറുമ്പോൾ ഉള്ള മൈലേജ് ഡിഫറൻ്റ് ആണ്. അത് റിലേറ്റീവ് ആയിട്ടിരിക്കും, നമ്മുടെ ലോഡിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നുള്ളതാണ് പറയേണ്ടത്. ഇതാണ് ഇതിൻ്റെ ലിഫ്റ്റ് ആക്സിൽ എന്ന് പറയുന്നത്. ലിഫ്റ്റ് ആക്സിൽ എന്ന് പറയുമ്പോൾ തന്നെ ഇതുണ്ട്, നിലത്ത് തൊട്ടിട്ടില്ല, ഈ ഒരു ആക്സിൽ നിലത്ത് തൊട്ടിട്ടില്ല ഈ ടയർ. അപ്പം ഇതെന്തിനാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കണം. കാരണം ഈ ഓവറായിട്ടുള്ള ലോഡ് ഈ വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് വാഹനത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാത്ത സമയത്ത് ഇത് താത്ത് വെച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഓടിക്കൊണ്ടിരിക്കും, വാഹനത്തിൻ്റെ ടയർ തേഞ്ഞ് പോകും. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുക. അതാണ് ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സെറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആക്സിൽ. ഇതിൻ്റെ ഡ്രൈവ് ആക്സിലുകൾ ഇതാണ് കേട്ടോ. ഏറ്റവും ബാക്കിലാണ് ഇതിൻ്റെ ഡ്രൈവ് ആക്സിൽ വരുന്നത്. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ 3 പ്രൊപ്പല്ലർ ഷാഫ്റ്റുകളായിട്ട് വരുന്നത്. അതായത് ഓരോ പോർഷനായിട്ടാണ് വരുന്നത്. അപ്പം മെയിനായിട്ട് ഈ ലിഫ്റ്റ് ആക്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് സെൻസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് ഓട്ടോമാറ്റിക്കലിയാണ് താഴുന്നത്. ആ സമയത്താണ് ഇതിലേക്ക് ഒരു ഡ്രൈവ് വരുന്നത്. അല്ലാത്ത സമയത്ത് നോർമലി ഈ 2 ആക്സിൽസുമാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞത്. അപ്പോൾ ഇതിലെല്ലാം 2 സെറ്റ് ടയേഴ്സ് വെച്ചാണ് വരുന്നത്. അപ്പോൾ മൊത്തം അങ്ങനെ കൂട്ടുമ്പോഴാണ് 16 ടയർ വരുന്നത്. അപ്പോൾ ഇതിനകത്തെ സസ്പെൻഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത്തരത്തിലുള്ള സസ്പെൻഷൻ നിങ്ങൾ പഴയകാലം നമ്മുടെ ട്രെയിനുകളിലൊക്കെ ഇത്തരത്തിലുള്ള സസ്പെൻഷനാണ് വരുന്നത്. അതിനെ ബോഗി സസ്പെൻഷനാണെന്ന് പറയുന്നത്. നല്ല ലോഡഡ് ആയിട്ട് വരുന്ന ഇത് കണ്ടോ, എത്ര ലെവലായിട്ടുള്ള പ്ലേറ്റ്സാണ് വരുന്നത്, നല്ല ബലവത്തായിട്ടുള്ള പ്ലേറ്റ്സ്. ഈ 32 ടണ്ണ് പ്ലസ് വണ്ടിയുടെ വാഹനത്തിൻ്റെ വെയിറ്റും ഒക്കെ അതിനെ കൈകാര്യം ചെയ്യാൻ പാകത്തിലാണ് അത് അത്രയും വലിയൊരു സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതയും ഈ ലോഡ് എടുക്കാൻ പറ്റുന്ന ഈ ഒരു സസ്പെൻഷൻ തന്നെയാണ്. ഞാനിതിൻ്റെ പുറകിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഈ ബക്കറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഷോൾഡറിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് പറയുന്നത്. അത്രയും വലിയ ബക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അശോക് ലേലൻ്റെ ഒരു ലോഗോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു വശത്ത്
വശത്തേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഹൗസിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ 2 LED ആയിട്ട് വരുന്ന ടെയിൽ ലാമ്പുകളാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് രാത്രിയൊക്കെ നമ്മളെ കൊണ്ട് ഡംപ് ചെയ്യാൻ നേരത്ത്, അതായത് മണലോ സിമെൻറ്റോ ഒക്കെ കൊണ്ട് ഡംപ് ചെയ്യാൻ നേരത്ത് ആ ഒരു ഏരിയ ഒന്ന് ലെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഹിന്ദുജ ഗ്രൂപ്പ് എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഹിന്ദുജ ഗ്രൂപ്പാണ് ഇപ്പോൾ അശോക് ലൈലൻഡ് ഓൺ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ എല്ലാ അശോക് ലൈലൻഡ് വാഹനങ്ങളുടെ ബാക്കിൽ ഹിന്ദുജ ഗ്രൂപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ഇവരാണ് 51% ഷെയറുകൾ ഈ ഒരു കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹിന്ദുജ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. പിന്നെ വലിയ മഡ് ഗാർഡ്സ്, ഫ്ലാപ്സ്, മാറ്റ്സ് കാണാനായിട്ട് പറ്റും. അത് മെറ്റലിലാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല, അപ്പുറത്ത് കണ്ടതൊക്കെ തന്നെ ഉള്ളൂ. എങ്കിലും 1-2 സാധനങ്ങൾ ഇവിടെ കൂടുതലാണ് കേട്ടോ. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഡഫിൻ്റെ ടാങ്കാണ് കേട്ടോ. ഡഫിൻ്റെ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഡീസൽ എക്സോയിറ്റ് ഫ്ലൂയിഡ് നിങ്ങൾക്ക് അറിയാം. ആഡ് ബ്ലൂ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ആഡ് ബ്ലൂവിൻ്റെ ടാങ്കുകളാണ് വരുന്നത്. 24 ലിറ്ററാണ് വരുന്നത്. ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് നമ്മൾ ആഡ് ബ്ലൂവിൻ്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 ലിറ്ററിന് ഒരു 3 ലിറ്ററൊക്കെ ആഡ് ബ്ലൂ മതിയാവും. അപ്പോൾ അത് അത്രയും കുറഞ്ഞ കൺസപ്ഷനൊക്കെ ഉണ്ടാവും. ഈ കാണുന്നതാണ് വാഹനത്തിൻ്റെ ഈറ്റ്സിൻ്റെ യൂണിറ്റ്. ഈറ്റ്സിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം ഓൾറെഡി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ BS6 വരുന്ന സമയത്ത് നമുക്ക് മലിനീകരണം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എക്സോസ്റ്റ് പോകുന്ന പുകയ്ക്കകത്തുള്ള ദോഷകരമായിട്ടുള്ള പുകകൾ അല്ലെങ്കിൽ കണ്ടൻസ്, അതായത് കാർബൺ മോണോക്സൈഡ് പോലുള്ള സംഭവങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയുള്ളൊരു യൂണിറ്റാണ്. യൂറിയ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈറ്റ്സിൻ്റെ യൂണിറ്റാണ് കാണുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു യൂണിവേഴ്സൽ ഡിസൈൻ കാരണം ഇവരുടെ മിക്ക വാഹനങ്ങളും ഇതേ ഈറ്റ്സിൻ്റെ യൂണിറ്റ് തന്നെ വെക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ക്യാബിൻ കാണാം. കാരണം ഏറ്റവും കൂടുതലുള്ള പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിമാർ ഡ്രൈവേഴ്സിൻ്റെ കാര്യം നോക്കുന്നില്ല. അപ്പോൾ അവർക്ക് പണ്ട് മുതൽ AC കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അശോക് ലേലൻ്റെ തകർപ്പൻ ക്യാബിനാണ് കൊടുത്തിരിക്കുന്നത്. AC ഉള്ള കിടിലൻ നല്ല എന്താ പറയുക, നമുക്ക് കുളിരടിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്യാബിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ക്യാബിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ആനപ്പുറത്ത് കയറിയ ഒരു ഫീലാണ്. സീറ്റുകളൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. ഇത് കണ്ടോ, സ്പ്രിംഗ് സസ്പെൻഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. കാരണം വാഹനത്തിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് സാധാരണ കാറ് പോലെ അത്ര സോഫ്റ്റ്വെയർ ആയിരിക്കില്ല, ഹാർഡർ ആയിരിക്കും ഇത്ര ലോഡ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് സീറ്റുകളിലാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അകത്തുനിന്ന് കാണിക്കും കേട്ടോ. ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്ന ക്യാബിൻ ഭയങ്കര കിടിലാണ് കേട്ടോ. ഒന്നാമത് ഇതിൻ്റെ ഒരു കൂളിംഗ് ആണ്. മെയിനായിട്ട് ഇത് എൻ സീരീസ് വരുന്ന അല്ലെങ്കിൽ എൻ ക്യാബിനാണ് വരുന്നത്. ആ ക്യാബിനകത്ത് ഓൾറെഡി AC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു AC-യുടെ തണുപ്പ് തന്നെ പെട്ടെന്ന് തന്നെ വാഹനത്തിൻ്റെ ക്യാബിൻ കൂളാവുന്നുണ്ട്. പ്രധാനമായിട്ട് എടുത്തു വരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനങ്ങൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് പാറമട പോലെ ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ലോഡുമായിട്ട് പോകുന്ന വഴികളൊക്കെ ഭയങ്കര ചൂടുള്ള വഴികളൊക്കെ ആയിരിക്കും. കാരണം കാട്ടിലെ ഉൾപ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ക്യാബിൻ്റെ ഒരു ടെമ്പറേച്ചർ കൂടുതലുണ്ടെങ്കിൽ ഡ്രൈവർ പെട്ടെന്ന് ഒരു ഫറ്റീഗ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം ഇതിനകത്തേക്ക് വരുമ്പോൾ വളരെ കൂളറായിട്ട് വരുന്നൊരു ക്യാബിനാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ബെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലോങ് ഡ്രൈവുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കിടന്ന് ഉറങ്ങാനായിട്ടുള്ള, വിശ്രമിക്കാനുള്ള ഒരു സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം വീതിയുള്ള നല്ല ബെഡുകളാണ് കേട്ടോ, സൗകര്യപ്രദമാണ്. നമുക്കിനി വാഹനത്തിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കാം. പ്രധാനമായിട്ട് ഇത് വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ട് വരുന്നൊരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ലൈക്ക് ഒരു കാറിലേക്ക് ഇൻറ്റീരിയേഴ്സിലേക്ക് തന്നെയാണ് വാഹനം വന്നിരിക്കുന്നത്. കുറച്ച് പ്ലാസ്റ്റിക്സിൻ്റെ പാർട്സൊക്കെ ആയിട്ട് സാധാരണയിലും വ്യത്യാസമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് മുതലെടുത്ത് പറയാം. ഈ സ്റ്റിയറിംഗ് നമ്മൾ എല്ലാ വാഹനങ്ങളിലും നമ്മൾ കാണുന്നതാണ്. സെയിം ടൈപ്പ് ബസ്സിലാണെങ്കിലും ലോറികളിലാണെങ്കിലും സെയിം സ്റ്റിയറിംഗ് വീല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലൈലൻഡിൻ്റെ ലോഗോ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അത് നല്ലൊരു ഇതാണ്. അതുപോലെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ടിൽറ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സീറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സുഖപ്രദമായിരുന്നിട്ടിരുന്ന് ഡ്രൈവ് ചെയ്യാണ്ട് നമുക്ക് സാധിക്കും. ഇനി അടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഒരു ക്ലസ്റ്ററാണ്, ഇൻസ്ട്രുമെൻറ്റ് പാനലാണ്. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് ഡിജിറ്റലി അതുപോലെ അനലോഗ്, ഇതിൻ്റെ 2 കോമ്പിനേഷൻസിലാണ് വരുന്നത്. ഇത് നടുക്കുള്ളതെന്ന് പറഞ്ഞാൽ 4 ഇഞ്ചിൻ്റെ ഒരു ചെറിയ സ്ക്രീനാണ്, ഡിജിറ്റലിലാണ് വരുന്നത്. അതിനകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓഡോമീറ്റർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ 2 പ്രഷർ ബാറുകൾ, നമുക്ക് ടാങ്കുകളിലെ പ്രഷർ ബാർ, എയർ പ്രഷറിൻ്റെ ബാർ കാണാനായിട്ട് പറ്റും. 8 മിനിമം വേണ്ടത്. 8 ഉണ്ടെങ്കിൽ നമുക്ക് ഗിയർ ഷിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുകയുള്ളൂ. എന്നാലേ വാഹനം നമുക്ക് എൻഗേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. എന്നാലേ നമുക്ക് ഇതിൻ്റെ ബ്രേക്കുകളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് 8 ബാർ പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ വാഹനം നമുക്ക് എടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആഡ് ബ്ലൂവിൻ്റെയും അതുപോലെ തന്നെ ഉള്ള ആഡ് ബ്ലൂവിൻ്റെ ടാങ്കിൽ എത്രയുണ്ട്, അതിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമുക്കിവിടെ RPM അതുപോലെ തന്നെ സ്പീഡോമീറ്ററുകളൊക്കെ കാണാം. പിന്നെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് കുറേ ഡിജിറ്റലായിട്ടുള്ള ലൈറ്റ്സ് ഉണ്ട്. കാരണം ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. അതുപോലെ നമുക്ക് സ്റ്റിയറിംഗ് 2 വശത്തായിട്ടുള്ള സാധാരണ നമ്മുടെ ഉള്ള ഇൻഡിക്കേറ്ററിൻ്റെ വൈപ്പറിൻ്റെ കൺട്രോൾസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു കോമൺ സാധനമാണ്. അതുപോലെ ലൈറ്റ്സിൻ്റെ കൺട്രോളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാനലിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നത്.
ഇനി ഇങ്ങോട്ട് വരുന്ന സമയത്ത് പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എയർ ബ്രേക്കാണ്. എയർ ബ്രേക്കിൻ്റെ ലിവറാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഗിയർ നമുക്കിവിടെ കാണാനായിട്ട് 9 സ്പീഡാണ് വരുന്നത്. സിങ്ക്രോമെഷൻ ആയിട്ടാണ് ഗിയർ ബോക്സ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഷിഫ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. റിവേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ലെഫ്റ്റ് സൈഡ് ഏറ്റവും മുകളിലാണ് വരുന്നത്. തൊട്ട് താഴെ ക്രോൾ ഗിയറാണ് വരുന്നത്. ഏറ്റവും ലോഡ് എടുക്കാൻ പറ്റുന്ന ഗിയറാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന 9 ഗിയറൊക്കെ നമ്മൾ ഏത് സമയം കൊണ്ട് മാറുമല്ലേ? ഓക്കെ, പക്ഷേ ഡ്രൈവേഴ്സൊക്കെ മുറ്റാണ് കിഡിലടി. കാരണം ടിപ്പർ കൊണ്ടുവന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം. എത്ര തിരക്കുള്ള വഴികളിലാണെങ്കിലും വളരെ ഫാസ്റ്ററായിട്ട് കൊണ്ടുപോകാനുള്ള വൈദഗ്ധ്യമുള്ള ഡ്രൈവർമാർ ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. ഈ ഒരു ഇതിൻ്റെ അടിയിലാണ് എഞ്ചിൻ വരുന്നത്. ആ ഒരു സ്പേസൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇനി അടുത്തതായിട്ട് ഈ വാഹനത്തിന് അശോക് ലേലൻ്റെ തന്നെ ഒരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പാട്ടൊക്കെ കേട്ട് നമുക്ക് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എ സിയുടെ കൺട്രോളുകളാണ് താഴെ വരുന്നത്. സാധാരണ നമ്മുടെ മാരുതി കാറുകളിലൊക്കെ വരുന്ന എ സിയുടെ അതേ കൺട്രോളിൻ്റെ രീതിയിലാണ് കൺട്രോൾസ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെ ഒരു സെറ്റ് ഓഫ് സ്വിച്ചസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഈ ഓറഞ്ച് കളറുള്ള സ്വിച്ച് എന്ന് പറയുന്ന നമ്മുടെ എക്സോസ്റ്റിൻ്റെ ഡഫിൻ്റെ ഇത് കാര്യങ്ങളാണ്. അതായത് നമുക്കൊരു എമർജൻസി ആയിട്ട് ഡഫ് ഒന്ന് ബേൺ ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ അത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ ഓണായി കഴിഞ്ഞാൽ ഡഫ് ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ പുള്ളിങ് പെട്ടെന്ന് ലോസ് ആവും. അപ്പോൾ അതൊന്ന് റീഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ഇട്ടാൽ മതി. ഇതിൻ്റെ തൊട്ട് കീഴിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന ടാഗ് ആക്സിലിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ലൈക്ക് ഇത് അതിൻ്റെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ മെയിനായിട്ട് വരുന്നത്. അതുപോലെ ഇപ്പുറത്തെ വശത്തേക്ക് വരുന്ന സമയത്ത് ടിപ്പർ നമ്മൾ ഇതിൻ്റെ ബാക്ക് ടിപ്പ് പൊക്കാനായിട്ട് ടിപ്പറിൻ്റെ ആ ഒരു ലോഡിംഗ് ബേ പൊക്കാനുള്ള സ്വിച്ചസ് ആണ്. പിന്നെ ഈ ബ്ലൂ കളർ സ്വിച്ച് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ലൈക്ക് നമുക്ക് ഹിൽ ഡിസെൻറ്റ് നമ്മൾ വലിയ ഇറക്കം ലോഡൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് കൺട്രോൾഡ് ആയിട്ട് ഇറങ്ങി പോകാനുള്ള സ്വിച്ചസ് ആണ്. തൊട്ടിപ്പുറത്തെ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. ഈ വാഹനത്തിനകത്ത് ABS-ന്റെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തൊട്ടിപ്പുറത്തെ SOS-ന്റെ സ്വിച്ചാണ്. നമുക്കറിയാം ഈ അശോക് ലൈലൻഡിലേക്ക് ഇതിൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് പോകുന്നതായിരിക്കും. ഈ റൈറ്റ് സൈഡിൽ എൻ്റയർലി റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഗ്രീൻ സ്വിച്ച് എന്ന് പറയുന്നത് അതും ഡെഫിൻ്റെ തന്നെയാണ്. നോർമൽ കേസസിൽ ഡെഫ് ബേൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ്. ഇത് താഴത്തെ ലൈറ്റുകളും ഹസാർഡ് സ്വിച്ചും അതുപോലെ തന്നെ ഉള്ള സംവിധാനങ്ങളൊക്കെയാണ് ഈ പ്രധാനമായിട്ട് ഈ വാഹനത്തിൻ്റെ ഈ സ്വിച്ചസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇവിടെ വേറൊരു സെറ്റ് ഓഫ് കീസ് ഉണ്ട്. ലൈക്ക് ഒരു ഇൻപുട്ട് പോർട്ടുകളുണ്ട്. അത് OBD2 ആണ് വരുന്നത്. നമുക്ക് ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക്സ് 2 ആണ്. നമുക്ക് വാഹനത്തിൻ്റെ മെമ്മറി ഉണ്ടായിരിക്കും. എന്തൊക്കെ വർക്കുകളാണ് ഈ വാഹനത്തിൽ നടന്നത്, എന്തൊക്കെ ഇഷ്യൂസ് ആണ്, എന്തൊക്കെ റീഡിങ്സ് ഒക്കെ ആണെന്നൊക്കെ നമുക്ക് അവിടെ നിന്ന് അറിയാനായിട്ട് പറ്റും. 2 പവർ പ്ലഗ് പോയിന്റുകളുണ്ട്. ഒന്ന് ഫാസ്റ്റ് ചാർജർ ആണെന്നുള്ളതാണ് അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വശത്ത് നിന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ മുകളിൽ വശത്തേക്കൊക്കെ വരുവാണെങ്കിൽ അവിടെ കുറേ ക്യാബിൻ സ്പേസസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ എല്ലാ വാഹനങ്ങളുള്ള പോലെ ഇവിടെ സൺവൈസസും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്യാബിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലാണ്. വളരെ സുഖപ്രദമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാം. ലൈക്ക് ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നതിനും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഈ വാഹനത്തിൻ്റെ കോ ഡ്രൈവർ സീറ്റിലാണ് ഇരിക്കുന്നത് കേട്ടോ. കോ ഡ്രൈവേഴ്സിനും ഒട്ടും ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. നല്ല കിടിലൻ സൗകര്യങ്ങളുണ്ട്. അവർക്കും ചാരി ഇരുന്ന് സുഖിച്ച് പോകാനായിട്ട് പറ്റും. നല്ല AC-യുടെ 2 വെൻറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കാറ്റൊക്കെ അടിച്ച് നമുക്ക് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യേണ്ടത് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാബിനാണെങ്കിലും വാഹനം ഓവറോൾ ആണെങ്കിലും ഏറ്റവും സൂപ്പറായിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും പേര് കേട്ടൊരു വണ്ടിയാണ്. ഒരുപാട് മുതലാളിമാരൊക്കെ ഇത് വാങ്ങിച്ച് അവർക്ക് ഒരു കുഴപ്പങ്ങളില്ലാതെ കൊണ്ടുകൊണ്ടുവന്നിട്ടിരിക്കുക. കാരണം നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അശോക് ലേലൻഡിൽ നിന്ന് യാതൊരുവിധ റിലയബിലിറ്റി ഇഷ്യൂസും ഇല്ല. നമുക്ക് ഏത് സ്ഥലത്തും നമുക്ക് വാഹനം നമുക്ക് പണിയാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യവും നമുക്ക് ഈ വാഹനത്തിനകത്തുണ്ട്. ഇതിൻ്റെ ഒരു വില വരുന്നത് ഈ ഒരു 16 വീലിൻ്റെ വില വരുന്നത് 61.5 ലക്ഷം രൂപയാണ് വരുന്നത്. അപ്പം അതേപോലെ തന്നെ വാഹനത്തിൻ്റെ വാറണ്ടി ഫിഗേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 4 വർഷവും 4 ലക്ഷം കിലോമീറ്റേഴ്സുമാണ്. സാധാരണ ഈ അശോക് ലേലൻഡിൻ്റെ വാഹനങ്ങളെല്ലാം തന്നെ എത്ര മണിക്കൂറുകൾ പ്രവർത്തിപ്പിച്ചു എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ വാറണ്ടി ഗ്യാരണ്ടി വരുന്നത്. പക്ഷേ ഈ ഒരു 16 വീലിന് ഫിക്സഡാണ് വരുന്നത്. 4 ഇയേഴ്സും 44 lakhs കിലോമീറ്റേഴ്സാണ് വാറണ്ടി ഫിഗേഴ്സ് വരുന്നത്. പിന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ സർവീസൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രത്ത് ഇവരുടെ നീർമങ്കരയുള്ള ഇവരുടെ ഷോറൂമിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്ന് വാഹനം റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് നീർമങ്കരയുള്ള TVS ആണ് കേട്ടോ. നമുക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. കാരണം വർഷങ്ങളായിട്ട് ഞങ്ങൾ ബസ്സുകൾ നമ്മൾ ചേസസ് എടുക്കുകയും ഈ പറയുന്ന പോലെ അവിടെ തന്നെ സർവീസ് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്രയും വലിയൊരു വാഹനം നമുക്ക് വേണ്ടി അവർ റിവ്യൂ ചെയ്യാനായിട്ട് കൊണ്ട് തന്നിരിക്കുകയാണ്. കുറേ നേരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു വാഹനം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഈ 6 സിലിണ്ടറായിട്ട് വരുന്ന 4825 സീരീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കമൻറ്റ് രൂപയാണെന്ന് എഴുതുക. അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ ഏറ്റവും കൂടുതൽ ബസ്സും ഈ ലോറിയൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് രൂപേണ്ട എഴുതുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുവിട്ടാൽ. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.